അസ്സലാമലൈക്കും. ഞമ്മളങ്ങടെ പോണെന്ന് വെച്ചാല് കുട്ടിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇവിടെ ചെറിയ കുട്ടീനെ എടുത്തിട്ടുണ്ട്. എന്തേ കളിച്ചേ? ചെറിയാപ്പൂനെ പറ്റിയിട്ടില്ല. അരിയെന്ന് വെച്ചോക്ക് ഓനങ്ങനെ പിടിച്ചൊന്നും ഇഷ്ടല്ല. കുട്ടീനെ വാങ്ങണ്ട, തുടങ്ങിയിരിക്കണ പോലെ. അപ്പൊ ഫുള്ളാക്കല് കഴിഞ്ഞില്ല. ഓളയത്ത് കുട്ടീനെ കൊടുത്ത്. അപ്പൊ ഇങ്ങോട്ടാ പോണെന്ന് വെച്ചാല് സ്ഥലം അറിയോ? എടക്കര. എന്റെ പേര് അറിയില്ല. കുട്ടീനെ ഫോട്ടോ എടുക്കാനാണ്. എടക്കരയാണ്. അപ്പൊ നമ്മളിങ്ങനെ വിളിച്ചീന് കുട്ടീനെ കൊണ്ടുവരും. അന്ന് ഓനെ എന്നെ പ്രസവിച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്തീന്. അപ്പൊ ഇങ്ങനെ ഓന് തൂക്ക കുറവായോണ്ട് പിന്നെ അങ്ങനെ ഒരിത് പറഞ്ഞു. പിന്നെ മഞ്ഞയായപ്പോ പിന്നെ NICU-ലായപ്പോ ഓല് പിന്നെ വിളിച്ചീനേല് അന്ന് മഞ്ഞയാണ്. അന്ന് ഓർക്ക് ഫ്രീ ഉള്ള ടൈമിലാട്ടോ വിളിച്ചന്ന് നമുക്ക് പറ്റിയില്ല. അപ്പൊ ഇന്ന് ചെല്ലാൻ പറഞ്ഞേക്കണ്. മറ്റേ ഇങ്ങനെ പൊതിഞ്ഞൊക്കെ കെട്ടി ഒരു 14 ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിൽ എടുത്തീന്. പക്ഷെ ഓന് 22 ദിവസം ആയതുകൊണ്ട് അങ്ങനെ ടൈറ്റാക്കി നമുക്ക് ചുറ്റാൻ പറ്റൂല. എന്നാലും വെറുതെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ചുറ്റി തരാന്ന് പറഞ്ഞു. അളിയാക്ക വരാൻ നോക്കാന്ന് പറഞ്ഞു. ഭയങ്കര പൂതിയാണ് കുട്ടീന്റെ ഫോട്ടോ എടുക്കാന്ന്. ഇവിടെ പിന്നെ ആദ്യമായിട്ടുമാണ് നമ്മളെ നാട്ടിലൊന്നല്ല. അയ്യോ അങ്ങനെയല്ല, നമ്മള് ഈ ഏരിയയില് അങ്ങനെ എടുത്ത് കാണാം. നമ്മള് കാണാൻ ഇച്ചറിയില്ലട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ പേരിൽ ആദ്യമായിട്ടാണ്. ഞങ്ങൾ വരില്ല ആദ്യമായിട്ടാണ്. ഇച്ചറിയാം. അപ്പം ഏതായാലും എല്ലാരും ഞങ്ങളെ മാറ്റിൽ കഴിഞ്ഞു. മറ്റോളെ മാറ്റിലുണ്ട്. കുട്ടീൻ്റെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഫിദുവിന്റെ ആദൂന്റെ ഒക്കെ മാറ്റിലും കാര്യമൊക്കെ കഴിഞ്ഞു. അപ്പൊ പോവാൻ നോക്കാണ്. സെറ്റ് ആയിക്കണ്. പിന്നെ അപ്പൊ ഏതായാലും പോയോക്കാം. അങ്ങനെ നമ്മളിപ്പോ ഇവിടെ ഇറങ്ങി ഉമ്മ ഓനില്ലൊരു ഡ്രസ്സ് കൈ പിടിച്ചിരിക്കണ്. അങ്ങനെ പാമ്പേഴ്സ് കാര്യമൊക്കെ കൈ പിടിച്ചിരിക്കണ്. സിപ്പിന് ഇവിടെ ഉണ്ട്. ചെറിയപ്പ ഇവിടെ ഉണ്ട്. ബാബുവാ കാക്ക ഇനി കുട്ടീനെ കൊഞ്ചിച്ചാണ് നടക്കുന്ന. എപ്പോഴാ വരിക? എടി ഷാള് പോയോക്കാം. കുട്ടികളൊക്കെ നുള്ളിപ്പുറക്കി പോവുകയാണ്. കുറച്ച് സ്റ്റെപ്പ് കയറാണ്ട്. കുടിച്ചോട്ടോ കുട്ടിയുടെ ആദ്യമായിട്ടില്ലോണ്ടേ അരമുണ്ടെങ്കിൽ നമ്മൾ തന്നെ കിട്ടണ്ടേ. കട കേറിയപ്പോ തന്നെ കുട്ടികളെ വൈബില്ലേ മൊത്തം. കുട്ടികളെ ഡ്രസ്സ് കാര്യങ്ങള് കളിക്കോപ്പ് സാധനോ ആദ്യമായിട്ടാണ് നമ്മള് മറ്റേ മോന്റെ ഒക്കെ ഓരോ ഫോട്ടോഷൂട്ടിന് കയറി ചെല്ലാന്നല്ലാതെ ഞങ്ങള് പോയിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞതാണ്. നോക്ക കുഞ്ഞു ചേറ് കോണി കസേരണ്ട്. അത്ഭുതട്ടോ. ഷീറ്റ് നമ്മളാള് നല്ല ഉറക്കാട്ടോ. സാധനം ഫുള്ള് ഫ്രീ. എന്താ പറയല്ലേ? എന്താ പറയല്ലോ. ഫോട്ടോ നമ്മള് ആ ടൈപ്പ് ഫോട്ടോസ് നിൽക്കണമെന്ന് വിചാരിച്ചതൊക്കെ ഏത് ഇങ്ങനെ വളച്ച് തിരിച്ച് കിടത്തി. പക്ഷെ ഓന്റെ ദിവസം കുറച്ച് കൂടിപ്പോയി. വളർച്ച കൂടിപ്പോയി. ആ ടൈമിൽ എടുക്കാൻ പറ്റില്ല. ഇനിപ്പോലെ ജസ്റ്റ് റാപ്പും കാര്യമൊക്കെ ചെയ്തിട്ട് ചെയ്തുതരാന്ന് പറഞ്ഞു. ഓരോ ചുറ്റാന്റെ ശീലാളൊക്കെ നമുക്ക് ഇനി പരിപാടി തുടങ്ങാൻ നോക്കാം. ഏതായാലും ഉറങ്ങാണ്. എന്തൊക്കെ കരയോ തിരിച്ചോ ചില കുട്ടികൾ ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ. ചിലോല അതിനും വേണ്ടി അത് നമ്മൾ ഇനി പോലെ എന്താ പറയണ നോക്കട്ടെ. സെറ്റ് ആക്കാണ് ഫോട്ടോഷൂട്ടിന്റെ. എന്താ നോക്കട്ടെ. ഇതാക്കണ്ട്. ഇതാണ് ഇവിടുത്തെ ആളിട്ടോ. എന്താ പറയാ നിങ്ങളൊന്ന് കടത്തിരുത്താനോ ചെമ്പട്ടി എടുക്ക 4 കിലോ ആ ചെറുങ്ങനുണ്ട് കുറച്ചത്. അറിയപ്പോ പല ഉരുളിയോ അങ്ങനെ എന്തായാലും ചോദിച്ച സോപ്പിന് ഏതായാലും നമ്മള് ഞോലെന്താ ചെയ്യണേ നോക്കട്ടെ.
അപ്പൊ കുട്ടിനെ അവിടെ കടത്തിക്കണ്. ഞാൻ ഓനവിടെ കടത്തി കുറച്ചല്ലേ മടിയില് ചൂടേക്കും. അവിടെ കുട്ടികളെ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ടില്ല എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ബർത്ത്ഡേ ഈ ടൈപ്പ് എടുക്കണം എന്ന് ആദ്യം കരുതിന്. പക്ഷെ അത് 2 ആഴ്ച വരെ ടൈമുള്ളൂ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് എടുക്കാൻ. ഓന് അത്യാവശ്യം 22-23 ആയതുകൊണ്ട് അത് പറ്റൂല. വലിയ സംഭവങ്ങളൊക്കെ സെറ്റ് ആകുന്നുണ്ട് കേട്ടോ. കൊട്ടയും കാര്യങ്ങളൊക്കെ അതിൽ കടക്കില്ലെന്ന് അറിയില്ല. എന്താ ഇത് ചവിട്ടരുത് ഇങ്ങോട്ട് പോരി. സംഭവം നല്ല സെറ്റ് കൊട്ട. എന്താ ഫിദാനെ എന്താ കുട്ടിനെ കർത്താന്? ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റോളി ഇരുന്നും കടന്ന് ഫോട്ടോ എടുക്കണ്. കുഞ്ഞു കസേരല്ലേ. കട വരുന്നത് എടക്കര മുസ്ലിയാരങ്ങാടിയിലാണ് കേട്ടോ. നമ്മളതീറ്റ കാണുന്നത്. ബേബി ഫോട്ടോഷൂട്ടൊക്കെ ആവശ്യമില്ലോ ഇവിടെ വന്ന നല്ല സെറ്റപ്പായി എടുത്ത് തരുമല്ലോ. ഇതൊക്കെ മറ്റേ വീട് പോലെ ഉണ്ടാക്കിട്ട് അതിന്റെ വേൽക്കമ്പി അതൊക്കെ സംഭവം ഇതൊക്കെ റെന്റിനും കൊടുക്കുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടല്ലേ കൊറേ ഐറ്റംസ്. നിങ്ങളെ നൈറ്റോ ആരൊക്കെ കൊടുക്കുന്നുണ്ട്. ഫ്ലോറും കുഞ്ഞു സോഫ സെറ്റ് മോഡല്. രണ്ടാൾക്കാരുടെ സെറ്റപ്പ് സംഭവങ്ങളുണ്ട്. എവിടെ നിങ്ങളെ സാറേ നമ്മളെ ഐഡിയ പ്ലാനിങ് ആണല്ലേ. വെറൈറ്റി എല്ലാരും ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇതാണ്. ഓലൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. കോണ്ടാക്ട് ചെയ്തതും നമ്മള് കാരണം ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ ലാഗായി പോയതാണ്. ഓല് നമ്മള് കൊറേ ദിവസം വിളിച്ചിട്ട് അതുകൊണ്ട് സംഭവം സെറ്റായി. നമ്മളിത് പെരീന്ന് കൊറേ എടുക്കാൻ നോക്കിയതാണല്ലേ. ഷാളേറ്റൊക്കെ പോയി ഷാളേറ്റ് ഇതാക്കി അന്നാണ് ഓല് സ്റ്റോറി ഇട്ട് അന്നാണ് ഓല് പറഞ്ഞ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ട്. ഞമ്മക്കൊക്കെ അന്ന് കുട്ടിക്ക് മഞ്ഞ കൂടുതലായിട്ട് നമ്മൾ അഡ്മിറ്റും കാര്യമായോണ്ട് ആ ടൈമിൽ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് എടുത്ത പോലെ കൈയും കാലൊക്കെ ഒതുങ്ങി നിക്കുള്ളൂ. ഇങ്ങനെ കച്ചും ഇങ്ങനെ ഇപ്പോഴും ഓന് വലിയ സീനും കാര്യമൊന്നും ഉണ്ടാവൂല. മോന് ഉറക്കം കഴിഞ്ഞാ ഓന് ആള് ശരിയല്ല. ഉണരാൻ പാടില്ലല്ലേ. കുറച്ച് കുട്ടികളായോണ്ട് കുറച്ച് നയിപ്പുണ്ട് ഈ പരിപാടിക്ക്. കുറച്ചും കൂടി വലിയ കുട്ടികളെ നോക്കി പേടിപ്പിച്ചാ മതി. അതിനും പറ്റൂല. റാപ്പിങ് ഇവിടെ ഒരു സ്റ്റാർട്ടാക്കിക്കണം. 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ. അപ്പൊ കയ്യും കാലം ഏതോന്ന് എങ്ങനെയാണ് മറ്റേ അനങ്ങാതെ കടക്കുന്ന ടൈമല്ലേ.
പിന്നെ എന്താ പറയാ ഓനെങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടാൻ പറഞ്ഞിട്ട് ഓനത് ശേലയിക്കണ് 4-5 തുണിയിലൊക്കെ ഇങ്ങനെ കെട്ടി. അപ്പൊ അങ്ങനെ കുറവേനി. അപ്പൊ ഓൻ ആ ഒരു പരിപാടി ഇഷ്ടാണ്, ചൂടിൽ ഇങ്ങനെ കിടക്കല്. കയ്യിലാണെങ്കി അങ്ങനെ കിടക്കും. കണ്ണിലുണ്ട്. ചുണ്ടു പോകുന്നുണ്ട്. ആ കൊടുത്തീന് വന്നപ്പോ. നോക്കണ് രാത്രി നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ടേ പകല് പിന്നെ അങ്ങനെ ഉറങ്ങിക്കോളൂ. അങ്ങനെ 1/2 മണിക്കൂറായിട്ടും എന്താ ശേഷം ഉറങ്ങണില്ല. ഉറങ്ങുമായിരിക്കും. റാപ്പിങ് ഇത് ഫസ്റ്റ് ലെയറാ? അത് എക്സാക്ട് ആണ്. പിന്നെ മറ്റേത് ഇങ്ങനെ അതാണ്ടോ അങ്ങനെ പക്ഷെ അത് നമുക്ക് ഏറ്റവും നല്ലത് ഒരു 14 ദിവസത്തിന്റെ ഉള്ളിൽ മക്കളെ പറയാൻ. ഇതുപോലെ കായും കാലൊക്കെ അങ്ങനെ കുറച്ച് ഇതായില്ലേ 22. അത് കാലത്തെ നമ്മളിങ്ങനെ മടക്കാൻ പറ്റണ അത്ര മടക്കൂലേ? പെട്ടെന്ന് പോലെയൊക്കെ ഉറങ്ങാണെങ്കിൽ എന്തും ചെയ്യാ. നമ്മള് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഉറക്കി ആൾ ഉറങ്ങണില്ല. ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഉറങ്ങിയിട്ട് വേണം കൊട്ടൻ്റെ ഉള്ളിൽ ഒന്ന് കടത്താന്. ആളെപ്പോ കണ്ണൂർന്ന് നിൽക്കുക. ഫോട്ടോ എടുക്കാൻ നല്ല ഒരുക്കത്തിലാണ്, പക്ഷെ ഓൻ ഉറങ്ങണില്ല. എന്താ അവിടെ സംഭവം ഇത് മെനക്കെട്ടൊരു പണിയാണല്ലേ. നമുക്ക് കുട്ടികളെ ഉറക്കി ചെയ്തില്ല, ആ ഒരു നയിപ്പാണ്. നമ്മളെ ആവശ്യത്തിന് കുട്ടീനെ ഉറക്കണതും കുട്ടീന്റെ ആവശ്യത്തിന് കുട്ടി എപ്പോ ആട്ടി ഉറക്കലിറങ്ങിയ ഓൽക്കിത് ഒരു കുട്ടീനെ കിട്ടിയാൽ തന്നെ ഇപ്പൊ ഇവിടെ മുരട്ടി ഇരട്ടി നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് ഈ സംഭവം. ന്യൂ ബോണിന്റെ ഫോട്ടോഷൂട്ട് ക്ഷമ ഉണ്ട് അത്രത്തോളം. ആ ഇങ്ങനത്തെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിമിന് അത്ര രസം. ഉറങ്ങിയാലേ ഇവലെ ബാക്കിയുള്ള പരിപാടികൾ കഴിയുള്ളൂ. അതിനോ സഹകരിച്ച് കൊടുക്കണം. പ്രസവിച്ച കുട്ടിയാണെങ്കിൽ ഓൻ്റെ പാട് നോക്കി അടങ്ങി കടന്നേനി. മുട്ടേ എഗ്ഗിന്റെ തീമാണ്. മുട്ട പോയി മുട്ട തലമ വെക്കണ സാധനം തോന്നുന്നത് കടക്കുമ്പോ. ഉറങ്ങി തോന്നുന്നു. സംഭവം സുഖേക്ക് പറഞ്ഞാലേ മയിലൂര് പോകണ ഓനങ്ങോട്ട് കടക്കണില്ല. ആട്ടി ഒരു ഭംഗിയൊന്നു. കോട്ടാലിനൊക്കെ നീച്ചു. ഒരു ദിവസം എങ്ങനെ നിങ്ങക്ക് ഒരാളെ രണ്ടാളെ നടക്ക സാധാരണ കുട്ടികളതിനനുസരിച്ചല്ലേ. 1
ഒന്നും ആയിട്ടില്ല. ഇത് ഹസ്ബൻഡും വൈഫും ആണല്ലേ ഈ കട സ്റ്റാർട്ട് ചെയ്തത്? ഹസ്ബൻഡ് അറിയുന്ന ഓർത്ത് ആദ്യം തന്നെ ക്യാമറമാനാണ്. അപ്പം അതിന്റെ പെണ്ണുങ്ങൾക്കും അതിന്റെ അനിയത്തിക്കും താത്താനിട്ടില്ല, അങ്ങനെ ആർക്കുമാണ് ഈ ഐഡിയ തോന്നിയത്. അപ്പം ഓല് കുറിച്ച തീം എന്തായാലും എന്താ പറയാ, നമ്മളെല്ലാരും ചെയ്യണത് ചെയ്ത് കഴിഞ്ഞാല് ആൾക്കാരുടെ ശ്രദ്ധത്തെ നമുക്ക് പണിയേക്കാറുണ്ട്. കാരണം നമ്മുടെ നാട് പറഞ്ഞാല് ഇങ്ങനെ ഈ ടൗണോ കാര്യമാതിരി അങ്ങനെയല്ലല്ലോ. അപ്പൊ ഓര് കുറിച്ച് നല്ലൊരു നല്ലൊരു ഐഡിയാണ്. കാരണം ഈ കുട്ടികളെ ഫോട്ടോഷൂട്ട് ഞങ്ങൾ വന്നപ്പോ അന്നം വിട്ടിട്ടോ, ആദ്യം വന്നപ്പോ ഇങ്ങനെ നടത്തി, കാരണം കാണാത്ത കാണാണ്. നമ്മളതേക്കല്ല ഇങ്ങനത്തെ ഇതൊക്കെ നമ്മളിങ്ങനെ വലിയ വലിയ ആൾക്കാരെ ഫോണിൽ കൂടെ ഇങ്ങനെ കാണാന്നല്ലാതെ മോന്റെ കണ്ടുകണ ഞാന് പേർദിമണിന്റെ കണ്ടുകണ. അപ്പൊ നമ്മളത് വീഡിയോസും കാര്യം കണ്ട് ഇവര് വിളിച്ചതാണ്, ഞങ്ങൾ എടുത്തരാന്ന് പറഞ്ഞാണ്ട് വിളിച്ചതാണ്. നല്ല രീതിയിൽ ഓല് നമ്മളോട് പെരുമാറി ഇരുന്ന് കുട്ടീനൊക്കെ നല്ല രീതിയിൽ എപ്പൊ തുടങ്ങി ഞാൻ ഇങ്ങനെ വിളിക്കും ലാലിയൊക്കെ പാടി കുട്ടീനെ ഉറക്കാണ്. പക്ഷെ കുട്ടീന്റെ ഉറങ്ങണില്ല, ഉറങ്ങിയിട്ടാണ് നമുക്ക് പോകാൻ. ഏതായാലും നമുക്ക് ഇനി അതിൽ കടത്തിയിട്ട് കാണാം. കടത്തിയിട്ട് കാണാം. കൊറേ നേരം കടത്താൻ വേണ്ടി വരും, അവിടെ കഠിന പരിശ്രമത്തിലാണ്. കൊട്ടയില് കടത്തിണ്ട് കൊട്ടർ കാട്ടി കുഴിച്ചു എടുത്തറിഞ്ഞാലൊക്കെ കഴിഞ്ഞ് വരികയാണ്. മോനെ നടക്കണില്ല. ആദ്യം ഫസ്റ്റ് ഇയർ ആയിരുന്നു ചുറ്റി. അപ്പൊ ഓല് കാലിങ്ങനെ ഓന്റെ അങ്ങനെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ രണ്ടാമത്തെ ലെയർ ഇനി ഫുള്ള് കവർ ചെയ്യാണ് തോന്നുന്നല്ലേ? സെക്കൻഡ് ലെയർ ഒരു ചുറ്റുണ്ട്. ദോബല കയ്യും കാലം അത് കെട്ടിയിടണം. ഈ പരിസരത്ത് എവിടെയെങ്കിലും വലിയ ചമ്പോ വീടിലൊക്കെ അതിലും കൊള്ളൂ, അതിലും കൊള്ളൂല. പല ബിരിയാണി ചലഞ്ചിന്റെ ഒക്കെ ചെമ്പുണ്ടെങ്കിൽ പറയാ. അങ്ങനെ കറക്റ്റ് ഇവിടെ ഒരു കുത്തൊക്കെ കുത്തി ആലോചിച്ചോക്ക, നല്ല രസം ഉണ്ടാവും. എന്നിട്ട് ബലോട് ഇവിടെ ഫ്രെയിം തൂക്കിയിടാൻ പറയാ. കാണാൻ നല്ല രസം. കൺമശിടാനും പൊട്ടോടാന്റെ സുഹൃത്താരോ ഇവിടെ കുട്ടികളെ ഐറ്റംസ് ആയതുകൊണ്ട് വണ്ടിപ്പണിയിലാണ്. വണ്ടി കേടുന്നു, പണിയാണ്. ആ കാക്ക പിന്നെയും വന്നു, ഓന്റെ നേരെ കഴിഞ്ഞിട്ടില്ല, അവിടെ ചുറ്റിയോണ്ട് ഒച്ചണ്ടാക്കിട്ടോ. അല്ല അതിലിരിക്ക്, ഇതിലൊന്ന് ഇരിക്ക്. ഇരിക്ക് സമയം എന്താ എനിക്ക് പേടി. അല്ല ചിലതാണ്ടിരുന്ന് ഒന്നായിട്ടാണ് പോകൂലേ, ഞാനതാ വിചാരിച്ചത്. എന്ത് നോക്കിയപ്പോ ഇവിടെ കുരുണ്ട്. അപ്പൊ ഇതിന്റെ അരുണിനോടുണ്ട് ഇത് ഓൺലൈനിൽ വാങ്ങാം. ഇപ്പാകത് വായിക്കൊടുക്കാതി അതിലിരുന്നാ പിന്നെ നീച്ചാൻ വെക്കൂല. അതിന്റെ നീച്ചണ്ടതുള്ളൂ. മറ്റേ കസാര കുത്തിരിക്കുന്ന അതിലേ മറിയൂല. ഇപ്പാക്ക് എന്നെ പറ്റും. ഇപ്പാക്ക് 6 കസര വാങ്ങിക്ക, പുതിയത് 6 സാധാ കസര. തിങ്കളാഴ്ച അങ്ങനെ പൊട്ടിച്ചിട്ടാ വാങ്ങണ, പൊട്ടാതെയല്ലേ. ചുറ്റി കഴിഞ്ഞ ഫോട്ടോ എടുക്കാൻ വിളിച്ചതോണില്ലേ? ചുറ്റി കഴിഞ്ഞു, ചുറ്റി കഴിഞ്ഞ് കൊണ്ട് കടത്തുണ്ട്.
എന്താ അവസ്ഥ? ഫോട്ടോ എടുക്കാൻ ആൾ വരുന്നുണ്ട്. പെട്ടെന്ന് പരിപാടി ചെയ്യണം. ഉറങ്ങി തോന്നിട്ടാള് ചിരിച്ചിന് ആവശ്യത്തിന് ശരി കിട്ടൂല. അതുപോലെ നീണ്ട കഷ്ടപ്പാടിനൊടുവിലോ ഉറങ്ങിട്ടോ. ആൺകുട്ടിയായിട്ട് ആർക്കും വിശ്വാസമല്ല. മറ്റോ രണ്ടാണാണ്. ഇനി പെണ്ണ് മതി പറഞ്ഞിട്ട്. നമ്മള് ഫുള്ള് ടർക്കിയിൽ ചുറ്റി കിട്ടുന്നോണ്ട് തന്നെ ഓനാകെ ചുറ്റിയപ്പോഴാണ് ആള് കടക്കുന്നത് കേട്ടോ. അവര് വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഈ ടൈമിൽ കടക്കുന്നു അല്ലേ? തികയാത്തോണ്ട് നമ്മളങ്ങനെ സംഭവം അവൻ കടന്നു. സംഭവം നല്ല ഉഷാറായിട്ട് സെറ്റായി. നല്ല ചുറുക്കുണ്ട് കാണാൻ. മറ്റേ മുട്ടന്റെ അതേമാതിരി ഒരു പൊസിഷനില് അല്ല അതേമാതിരി ഇതാണ് ഇരിക്കണേ ഫ്രെയിം. കണ്ണടി ഉണ്ടോ? ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആകെ മാറ്റിട്ടോ. കുട്ടികളൊക്കെ അവിടെ അന്തം മുട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ചെറിയ പരിപാടി? ചിരിച്ചിട്ടാണല്ലേ? അതെ, കോഴിമുട്ട തൊപ്പ് കിട്ടും. എന്താ ചെയ്യണം? എന്താണ് കണ്ടിട്ട് എന്താ തോന്നുന്നു? അതല്ല വൈക്കോലില് മുട്ടന്റെ ഇതിലാണ് അങ്ങനെ ഒരു തീമാണ്. കോളിന്റെ കുട്ടീനെ മുട്ടയാക്കി. എന്താ പിന്നെ കാട്ടണം? അരിണ്ടാക്കിയതല്ല മുട്ടയൊക്കെ. നമുക്കൊന്നും അറിയില്ലല്ലോ. ചിരിപ്പിച്ചല്ല 18 അടവും പയറ്റാണ്. ചിരിച്ചു കിട്ടി. സെറ്റായി. ചിരിച്ചാത്ത കുട്ടികളുണ്ടെങ്കിൽ കവളൊക്കെ ഇങ്ങനെ പോകുന്നത്.
കഷ്ടപ്പാടിലാണ്. ചെറിയപ്പോ ഇവിടെ ഹെൽപ്പറായി കൂടിയിരിക്കുന്നു കേട്ടോ. കണ്ടിട്ട് എങ്ങനെ ചെറിയപ്പോ എങ്ങനെയാ നിൽക്കണ്ടേ? അതൊക്കെ ആദ്യം തരുന്ന കണ്ടോ? ചമ്പിരാൻ ആദ്യട്ട് മറ്റോ ഒന്നും അടങ്ങിക്കണില്ല എന്ന് പറയുന്നത്. ഓനെ നോക്കി ചിരിച്ചോക്ക. സിഗ്നാന്റെ മടിയിൽ വെച്ചെടുക്കാണ്. നോക്കാം. എന്നാ കുട്ടിനെ കുറച്ച് ഇങ്ങനെ വിളിച്ചു, കുറച്ച് നേരൊക്കെ വിളിച്ചാൽ അവളെ പൊക്കി കൊടുക്കും. കുട്ടിനെ പൊക്കി, കുട്ടിന്റെ തല ഇവിടെ വരട്ടെ. അങ്ങനെ കുറച്ച് ഇവിടെ വരട്ടെ തല. അങ്ങനെ അങ്ങനെ വിളിച്ചു. അതിന് മുഖത്തോടെ ചേർത്ത് മൂക്ക അങ്ങനെ അളക്കല്ലടാ അത്. ഒരൊറ്റെടുക്കരുത്, പിന്നെ വന്നോ. ശ്രീകാല ഉടുത്തവൻകാ പേടില്ല. അത് ഈ പൊതിയല്ലോ. എന്റെ സിഗ്ന ജീവിതത്തിൽ 2 പ്രസവിച്ചിട്ടും എടുക്കാത്ത ഫോട്ടോഷൂട്ടൊന്നും എടുത്തിട്ടില്ല. വളരെ സന്തോഷമുണ്ട്. കാരണം അതിന്റെ ഇടങ്ങേറും കാര്യമൊക്കെ നമ്മള് കണ്ടതാണ്. ഓലൊരു ഫോട്ടോത്തിന് വേണ്ടിട്ട്. നിങ്ങളല്ലേ കോണ്ടാക്ട് ചെയ്തീനെ ചെറിയപ്പൂനെ? ഒക്കെ ആൺകുട്ടികളാണ് ഞങ്ങളോടെ. പെണ്ണാ എല്ലാ കുട്ടികളാ ആദ്യത്തെ ടീമൊക്കെ മാറി 2ാമത്തെ ടീം അയക്കണ്. ഞമ്മക്കും കിടക്കാൻ പൂതിയ വീട്ടില്. അപ്പൊ ഫോട്ടോഷൂട്ടിന്റെ 2ാമത്തെ പൊസിഷൻ അത്. ഓൽക്ക് ഉണ്ടാവേ. അതിനോട് സഹകരിക്കില്ല. ആദ്യത്തെ നല്ല രസമാണ്. ഇത് എങ്ങനെയെന്ന് കാണലേന് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അതില് കടത്താ തോന്നില്ലടി അതില്. തൊപ്പിയൊക്കെ വരുന്നേ മാറ്റം ചെയ്തു. തൊപ്പിയൊക്കെ വരുന്നത് ക്രിസ്മസ് അപ്പൊ വരുന്ന അതിലൊക്കെ അന്റെ കുട്ടികളി എന്റെ കുട്ടീനെ കൊടുത്തത്. അങ്ങനെയാ ഏതെല്ലാ രീതിയിലായി. ഒന്നും അറിഞ്ഞിട്ടില്ല, ഉറങ്ങാണ്. അങ്ങനെ ഗന്ധിയമായിട്ട് അങ്ങനെ ഒരു കയ്യെട്ട് ഇങ്ങനെ അങ്ങനെ കവുന്ന് നടക്കിക്കാരല്ലേ. തൊപ്പിയും കുപ്പായൊക്കെ ഇട്ടിക്കണ്. ഇനി ആള് അതിലിങ്ങനെ കടക്കും. പൂമെത്ത എന്തെങ്കിലും പറയൊരു സംഭവം. ഒച്ചുണ്ടാക്കില്ലേ. ഇവലോട് കൊറേ നേരം മുണ്ടല്ലേ മുണ്ടല്ലേ അറിയാം. ആളൊന്നും മൂക്കു കണക്കോ കുത്തുണ്ടാവി.
ചെരിച്ചെടുക്കുക. കടന്നെത്തി. ഏതെല്ലാം രീതിയല്ലേ ചെറിയപ്പോ, ഏതെല്ലാം രീതിയാണ് അറിയാം. അടിപൊളി കിടക്കും. എങ്ങനെയുണ്ടടി? നമ്മളെ ക്യാമറമാൻ നമ്മളെ ക്യാമറമാൻ അവിടെ ഉണ്ട്. അങ്ങനെ മാറ്റി മാറ്റി ഓരോ ഫ്രെയിം മാറ്റി. എന്താ രസല്ലേ? ഓന് വന്നപ്പോ കുറച്ച് സീറ്റുണ്ടാക്കി, പക്ഷെ പിന്നെ പോസാറായി. ഓന് മനസ്സിലായി എന്തോ ഒന്നിനാണ് ഇത് സംഭവം ഉണ്ട്. ഞങ്ങളെ ഭാഗത്തുട്ടി നല്ല രസം. അതുപോലെ തന്നെ പാവക്കുട്ടിനെ കുടിപ്പിച്ചാണ്. അതിൽ വെച്ചാണ് തമിഴ്നാട്ടിലുണ്ടോ? ചെന്നൈയിലുണ്ട്. ഞാൻ ആദ്യത്തെ കടത്തിയ മതിലൊന്ന് കടത്താൻ പോവുകയാണ്. കടത്തി ഇപ്പൊ നീച്ചു. ആ ഓനൊറ്റക്ക് തല്ലൊന്നിച്ചേനൊക്കെ കടത്തലുണ്ട്. ആ
കടത്തിയ ആൾക്കാരൊന്നും ചെയ്യണം. എന്താ സിപ്ന അങ്ങ് കടക്കാത്തോ? കടന്നോളൂ. ചെറിയപ്പോ ഈ ലൈല് കടക്കുന്ന ആലോചിച്ചേക്കാറ്. നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഒരു കുട്ടിക്കും വേണ്ടി നിക്കണോലെ. കാരണം കുഞ്ഞു കുട്ടിയല്ലേ. കണ്ണാടി നല്ലോണം പറ്റി. കണ്ണാടിയൊക്കെ നല്ല രസമുണ്ടല്ലോ. രസമുണ്ട്. നമുക്ക് വേണല്ലോ കരിക്ക്. എവിടെ പുറത്തോ? കടന്നു. നല്ല ഇടങ്ങാറായി. ലാസ്റ്റ് കടന്നു. അതാ പോണു. ആദ്യം അങ്ങനെ ക്ലിപ്പ് എടുത്തിട്ട് പിന്നെ കൈ വെച്ചാൽ മതി. ഞാനും നല്ല കുട്ടിയാണ്. നിന്നില്ല. ഫ്രെയിം എടുത്തു. ഇരുന്നും കടന്നൊക്കെ എടുക്കുക കേട്ടോ. കാരണം അനങ്ങുമ്പോ കുടിച്ചാൽ ആൾക്കാരാണ്. രണ്ടാൾക്കാർ പോലെ ഞങ്ങൾ വരുവോളം ഒരു മാറിയിട്ടില്ല. ഞങ്ങളാ നട്ടല് വിട്ടിക്കണത്. ഞങ്ങളുണ്ട്. കാരണം അവിടെ ആളുണ്ട്. നല്ല ക്ഷമയില് ആക്കം പോലെ ടൈം എടുത്ത് വന്നിട്ട് ഏകദേശം 1:30 മണിക്കൂറായി കാണും. കാരണം അവൻ അടങ്ങാറാക്കാതെ പാലൊക്കെ കൊടുത്ത് അങ്ങനെ കണ്ടിട്ട് അതാണ്. ചെറിയ കുട്ടികളാവുമ്പോഴേ പണി അതാണ്, ജോലി അതാണ്. അപ്പൊ ഇന്ന് ദിവസം വന്നാല് കുട്ടികളെ ഇങ്ങനെ കുടിക്കും തൊട്ട് എന്താ നമുക്ക് ചെമ്പക്കാറുണ്ടേ. വക്കടാ എവിടെ നെഞ്ചത്ത് ഡയലോഗില്ലേ കുടിച്ച എങ്ങനെ അലങ്ങള് വെക്കും. പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഒരു മാറ്റാൻ ഈ തീ മാറ്റാൻ പറ്റി. കൊടുത്ത ലുക്കില് വരാന്. എന്താ അത് ഇന്നിക്കുട്ടി എങ്ങനെ ഉണ്ടായില്ലൊക്കെ കടന്നിട്ട്? അതോ അവിടെ പൊളി. വൈകുന്നേരമായിട്ട് ഏകദേശം ഒരു 6 മണി ആവാനായി. ഇത് നമ്മള് എവിടെയെന്ന് വെച്ചാല് എടക്കര എവിടെന്ന് പറയാ ഫ്ലാറ്റ് സ്റ്റുഡിയോ ടിനിറ്റോസ് എന്നുള്ളൊരു ഇതാണ്. ലൊക്കേഷനും കാര്യമൊക്കെ ഇതാണ് കേട്ടോ. ഇത് വന്നു കഴിഞ്ഞാല് എടക്കരക്കാർക്ക് ചുങ്കത്തറക്കാർക്ക് എല്ലാരും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കി. കുട്ടികളിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഫോട്ടോ എടുത്തിരുന്നു. ഇങ്ങനെയാണല്ലോ. അപ്പൊ കുട്ടീനെ പഴയ രീതിയിൽ നമ്മളെ കൈ കെട്ടിക്കണ്. എല്ലാരും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട്, നിക്കുന്നുണ്ട്. പോകാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഞങ്ങളവിടുന്ന് പോവുകയാണ്. കടയൊക്കെ സെറ്റാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയിൽ ഞങ്ങളെല്ലാരും ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇനി പോവുകയാണ്. അങ്ങനെ നമ്മളിപ്പോ പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് എല്ലാരും കുഴങ്ങിക്കണം. ഓരും കുഴങ്ങിക്കണം. എല്ലാരും കഴിക്കണേ. നമ്മള് പോവാണ്. ആ കൊടുക്ക പോവാ.
നമുക്കെന്നാ ഞങ്ങള് പോയി. സന്തോഷം. എന്തായാലും ഉഷാറായി ചെയ്ത് നല്ല രസമുണ്ട്. പോയിന്നാ എങ്ങനെയുണ്ട് ഫോട്ടോ ഒക്കെ? അടിപൊളിയാല്ലേ? നല്ല സെറ്റപ്പിൽ എടുത്ത് നിക്കണോല്. 2-3 ഐറ്റം എടുത്ത് നിക്കണം. അമ്മ ചൊറുക്ക് നോക്കിയോണ്ട് നിക്കാണ്. അല്ല ഒരാൾക്ക് വലിയ സന്തോഷല്ല, കാരണം ഓള് ചെറിയപ്പോ കൊണ്ടുപോകാണ്. അതുകൊണ്ട് നാളെ വരും എന്ന് പറയുന്നുണ്ട്. എന്താവോ? എങ്ങനെയുണ്ട് ഉന്മാനെ ഫോട്ടോ ഒക്കെ? ഫോട്ടോ അടിപൊളി, നല്ല രസല്ലേ? ചെറുക്കപ്പടെ കിടക്കാണ്, കൊങ്ങി കിടക്കാണ്. നല്ല അടിപൊളി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കണ്. അപ്പൊ നമുക്ക് വീഡിയോ അതിന്റെ ബാക്കിയല്ലോ. പക അടി കൊടുത്തിട്ടില്ല. പക ശരിക്കും കാണൂല അതിന്. അപ്പൊ ഞമ്മള് ഇതില് കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോട്ടോ എടുത്ത് തരാന്ന് പറഞ്ഞിട്ടില്ലേ ഒരു കുട്ടീനെ. നീ ഫോട്ടോ എടുക്കാനപ്പാ പോയത്? എങ്ങനെയുണ്ട് ഫോട്ടോ? രസല്ലേ? കാണുന്നുണ്ട് നിങ്ങക്ക്? ഓനെ ചുരുട്ടി കൂട്ടിങ്ങാണ്ടേ, ആകെ ചുരുട്ടിങ്ങാണ്ടേ അങ്ങനെ ഫോട്ടോ എടുക്ക. നല്ല സെറ്റപ്പും കാര്യങ്ങളും, നല്ല പുതപ്പ് പോലത്തെ സാധനമൊക്കെ വിരിച്ചാണ്ടേ. ഓനാണത്. ഉപ്പാക്കങ്ങനെ കാട്ടി കൊടുക്കട്ടെ. അപ്പൊ പൂമോള അങ്ങനെ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അവിടെ എന്താ കച്ചറേ? അതന്നെയാണ്, ഗെയിമിൽ കൂടെ കേറുണ്ടോലൊക്കെ. ഓന അവിടെയാണല്ലോ ഓന് വർത്താനം ഇവിടെ കേക്കും. എന്നാ അമ്മച്ചിനെ കൊണ്ടേക്കോ, നാളെ വിടണം കേട്ടോ അമ്മച്ചിനെ. ഫോണെവിടെ? എന്റെ ഫോൺ ഇതാ പണി. മസാറിന്റെ ഇതാ പോടും. അപ്പൊ നമുക്ക് വന്നോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. മക്കളൊക്കെ നേരെ വൈകി കെട്ടിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല.